ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ചെയ്ത പ്രസംഗത്തിലെ എല്ലാ പരാമർശങ്ങളെയും പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ഭരണ തുടർച്ചയുടെ 9ാം വർഷം പിന്നിടുന്ന ഒരു ജനകീയ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അത് സമൂഹത്തിൽ സൃഷ്ടിച്ച ഗുണപരമായ മാറ്റങ്ങളും നേട്ടങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ ആണ് ബഹുമാനപ്പെട്ട ഗവർണർ തൻ്റെ പ്രസംഗത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചത്. വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ വിശദമായി തന്നെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. കൃഷിവകുപ്പ് കാലാവസ്ഥ പ്രതിരോധന കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2365 കോടി രൂപയുടെ കേരള ക്ലൈമറ്റ് റെസിലിയൻസ് ആൻഡ് വാല്യൂ അഡീഷൻ പദ്ധതി നടപ്പാക്കുന്നത് ശ്രദ്ധേയമാണ്. തരിശുരഹിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കി വരുന്നത്. മൃഗസംരക്ഷണ വകുപ്പിലും ക്ഷീരവികസന വകുപ്പിലും നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ കർഷകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും കേരളത്തിൻ്റെ ക്ഷീരോത്പാദന ആവശ്യങ്ങൾ സുസ്ഥിരമാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്ന് വ്യക്തമാണ്. ആരോഗ്യവകുപ്പും കുടുംബക്ഷേമ വകുപ്പും ഭക്ഷ്യവും പൊതുവിതരണ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ മാനവ വികസന മേഖലകളിലെല്ലാം വലിയ മുന്നേറ്റമുണ്ടായതായി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സർക്കാരിനെ പ്രശംസിക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി രാജ്യത്ത് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത ഏക സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. നീതി ആയോഗിൻ്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ഇപ്പോൾ തന്നെ ഏറ്റവും കുറവുള്ള 0.71% സംസ്ഥാനമാണ് കേരളം. 2025 ആദ്യ പാദത്തിൽ തന്നെ അവശേഷിക്കുന്ന 64,006 കുടുംബങ്ങളെ കൂടി അതിദാരിദ്ര്യ സൂചികയിൽ നിന്നും കരകയറ്റി അതിദാരിദ്ര്യമില്ലാത്ത ഒരു നാടായി കേരളം മാറുകയാണ്. മാലിന്യമുക്ത നവകേരളമാണ് നമ്മുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം. അതും 2025 മാർച്ചിനകം ലക്ഷ്യം കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരളം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നേതൃത്വം നൽകുന്ന ഈ പദ്ധതിയിലൂടെ പകുതിയിലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞു. 10,000-ൽ പരം ഓഫീസുകൾ ഹരിത പട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിന് മെറ്റീരിയൽ കളക്ഷൻ സെൻ്ററുകൾ സ്ഥാപിച്ചു വരുന്നു. 33,000 ഹരിതകർമ്മ സേനകളാണ് വാതിൽപ്പടിയിലെത്തി മാലിന്യം ശേഖരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കുള്ള പ്രയത്നമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. ഡിജിറ്റൽ വിടവ് നികത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കെ-ഫോൺ പദ്ധതി നമ്മുടെ സംസ്ഥാനം നടപ്പാക്കുന്നത്. കേരളത്തിലെവിടെയും ഹൈസ്പീഡ് ഡാറ്റ കവറേജ് ഉറപ്പാക്കണം. ദരിദ്രരായ 20 ലക്ഷം പേർക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷനും നൽകണം. പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സർവീസും വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള മുഴുവൻ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ലാപ്ടോപ്പും ലഭ്യമാക്കണം. ഇതൊക്കെയാണ് കെ-ഫോൺ പദ്ധതിയിലൂടെ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്നതിനും നികത്തുന്നതിനും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. സർ, IT രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. IT ഇതര സേവന മേഖല സംസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തുറ്റ സംഭാവനയായി മാറുകയാണ്. IT പാർക്കുകൾ ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലൂടെ വികേന്ദ്രീകൃത നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നു. കൂടാതെ IT ഇടനാഴികളിലൂടെ വിപുലീകരണം, ഡാറ്റ ലൈറ്റ് IT പാർക്കുകൾ തുടങ്ങിയവയിലൂടെ വികസനത്തിനും കയറ്റുമതിക്കും കൂടുതൽ ഊന്നൽ നൽകുന്ന നമ്മുടെ പരിപാടികളും നമ്മുടെ സംസ്ഥാനം നടപ്പാക്കി വരികയാണ്. 2016 മുതൽ നാളിതുവരെ ടെക്നോ പാർക്കിൽ ഏകദേശം 22,000 തൊഴിലവസരങ്ങൾ, 44,616 കോടി രൂപയുടെ കയറ്റുമതി. ഇൻഫോ പാർക്കിൽ മാത്രം 37,900 തൊഴിലവസരങ്ങൾ, 40,700 കോടി രൂപയുടെ കയറ്റുമതി. സൈബർ പാർക്കിൽ ഏകദേശം 2,200 തൊഴിലവസരങ്ങൾ, 215 കോടി രൂപയുടെ കയറ്റുമതി. ഇങ്ങനെ
നിലവിലെ കണക്കനുസരിച്ച് 1,50,000-ൽ പരം പ്രൊഫഷണലുകൾക്ക് 1,200ഓളം കമ്പനികളിലായി IT പാർക്കുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത് വലിയ ഒരു മാറ്റമാണ് ഈ രംഗത്ത് ഈ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് സൃഷ്ടിക്കുവാൻ സാധിച്ചത്. സാർ, കേരളം ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയോട് ചേർന്നാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഡിസൈനിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏർപ്പെട്ടിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെയും വ്യവസായങ്ങളെയും പിന്തുണയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളോടെ 2 മികവിൻ്റെ കേന്ദ്രങ്ങൾ ഇതെല്ലാം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും നമ്മുടെ മനുഷ്യ വിഭവശേഷിക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച ശ്രദ്ധേയമായ പദ്ധതിയാണ് കേരള നോളജ് എക്കണോമി മിഷൻ. 5 വർഷം കൊണ്ട് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം നേടുന്നതിന് നൈപുണ്യ പരിശീലനം, വ്യവസായ പുനഃസംഘടന, കാർഷിക നവീകരണം എന്നിവയ്ക്ക് പരിപാടികൾ തയ്യാറാക്കി നടപ്പാക്കി വരുന്നു. വീടുകൾ കേന്ദ്രീകരിച്ച് തൊഴിൽ രഹിതരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. കൂടാതെ ഡിജിറ്റൽ മാനേജ്മെൻറ്റ് വർക്ക് ഫോഴ്സ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തിവരികയാണ്. വിഴിഞ്ഞം തുറമുഖം ഒരു സ്വപ്ന സാഫല്യമായി മാറിയിട്ടുണ്ട്. കേരളം കാത്തിരുന്ന അഭിമാന പദ്ധതിയാണിത്. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായി അത് യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യ കപ്പൽ ഒക്ടോബർ 15-ന് എത്തിക്കഴിഞ്ഞു. 77,700 കോടി രൂപ മുതൽ മുടക്കിൽ PPP അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ നേട്ടമായി രേഖപ്പെടുത്തുന്നു. സാർ, പാതകൾ അതിവേഗം പൂർത്തീകരിക്കുന്നതിലേക്ക് ഗവൺമെൻറ് മുന്നേറുകയാണ്. ബോംബെ കന്യാകുമാരി ദേശീയപാത 66-ൻ്റെ വികസനം, ഭൂമി ഏറ്റെടുക്കാൻ 55,580 കോടി രൂപ കേരളം നൽകി. പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നു. ദേശീയപാത 85 കൊച്ചി മൂന്നാർ തേനി 4 വരിപ്പാത, ദേശീയപാത 554 വാളയാർ വടക്കാഞ്ചേരി പാത, തിരുവനന്തപുരം കോട്ടയം അങ്കമാലി 4 വരിപ്പാത തുടങ്ങിയ ദേശീയപാതകളുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. സാർ, ദേശീയപാത വികസനത്തോടൊപ്പം മലയോരപാത, തീരദേശ ജലപാത, ലൈവേ ക്രോസുകളില്ലാത്ത കേരളം തുടങ്ങിയ പദ്ധതികളും പുരോഗമിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനം കൂടുതൽ തിളക്കമാർന്ന രീതിയിൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. സാർ, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും കാര്യക്ഷമമായ വിഭവ സമാഹരണത്തിനും സംസ്ഥാന സർക്കാർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായി ബഹുമാനപ്പെട്ട ഗവർണർ വിലയിരുത്തുന്നുണ്ട്. 2020-21 സംസ്ഥാനത്തിന് സ്വന്തം നികുതിയിൽ നിന്നുള്ള വരവ് 47,661 കോടി രൂപയായിരുന്നുവെങ്കിൽ 2023-24 പ്രസ്തുത തുക 77,638 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. സർക്കാരിൻ്റെ പ്രതിബദ്ധത ഈ വർധനവ് അടിവരയിടുന്നു. കേന്ദ്ര വിഭജന പൂളിൽ നിന്നുള്ള കേരളത്തിൻ്റെ വിഹിതം 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.875% ആയിരുന്നുവെങ്കിൽ അത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 1.92% ക്രമാനുഗതമായി കുറഞ്ഞു. GST നഷ്ടപരിഹാരമില്ല, റവന്യൂ കമ്മി ഗ്രാൻറ്റില്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിഷേധിക്കുന്നു. പുതിയ വായ്പാ നിയന്ത്രണങ്ങൾ, ഇതെല്ലാം കാരണം കടുത്ത സാമ്പത്തിക വെല്ലുവിളി സംസ്ഥാന ഗവൺമെൻറ് നേരിടുന്നു എന്ന വസ്തുത ഗവർണർ തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സാർ, 16ാം ധനകാര്യ കമ്മീഷൻ്റെ കേരള സന്ദർശന വേളയിൽ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുവാൻ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്ത് അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കുന്നതായും ബഹുമാനപ്പെട്ട ഗവർണർ തൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ നിന്ന് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ നന്ദി പ്രമേയത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.